മിണ്ടാതിരിക്കണം. അമ്മ വീഡിയോ എടുക്കുന്നു. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡിൻ്റെ ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് ചെയ്യാനോ കൊള്ളിച്ചമ്മന്തി. എന്താണ് നമ്മൾ മുതിര കൊള്ള്, ഞങ്ങളൊക്കെ കൊള്ളെന്ന് പറയും പാലക്കാട്ടുകാർ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് എൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ജീരകം, ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കൊള്ളിട്ട് കൊടുക്കാം. കൊള്ളി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. നമ്മൾ പൊട്ടി വരച്ചേട്ടാ, അത്രയും മൂപ്പത്തുള്ളൂ. ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്ത കാരണം ഞാനൊരു സവോള ചെറുത്ത് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടൊരു നെല്ലിക്ക വലുപ്പത്തിൽ ആവശ്യത്തിനുള്ള പുളിക്ക് ആവശ്യത്തിനൊരു വാളംപുളി ഇട്ട് കൊടുക്കാം, പുളിപ്പിന് ആവശ്യത്തിന്. പിന്നെ അതിലോട്ട് ഞാൻ നാരങ്ങയുടെ ഇലയും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് 2 ടൈപ്പായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ചിലവർ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കും, തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കും. ഞാനൊരു സ്വല്പം തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചട്ടി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലോണം ഒന്ന് വറുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വറുത്തിട്ടൊന്ന് അരച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിലും കൊണ്ട് നടക്കുന്ന കാരണം ഗ്യാസ് ചട്ടി അടുപ്പിൽ വട്ടത്തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കാരണം ഇത് വറുത്തെടുത്തിട്ട് ഇനി അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും വിചാരിക്കുന്നു, പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വൈകുന്നേരം ഒന്ന് കഴിക്കാൻ ചെറുപയർ കഞ്ഞിയാണ്. അപ്പോൾ പിന്നെ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് ചമ്മന്തി അരച്ചതാണ്. അപ്പോൾ അതെ ചമ്മന്തി സെറ്റായിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി സൂപ്പറാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, ഒരിക്കൽ കൂടി പറയണം. സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.